വിഷ്ണു സഹസ്രനാമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുമ്പ് ഞാൻ 2 വീഡിയോ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതൊരു ആപൽഘട്ടത്തിൽ നിന്നും ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് മോചനം നേടാനുള്ള, നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നാമജപത്തിലൂടെ മാത്രമാണ് അത് കിട്ടുന്നത്. അതിനെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അതെങ്ങനെ തുടങ്ങണം, വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് നമ്മളത് ചൊല്ലേണ്ടത്, അത് ജപിക്കേണ്ടത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമം അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ വിവരണം തരാം. അതെങ്ങനെയാണ് ജപിക്കേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഇപ്പം നമ്മൾ ഈ നാമജപം തുടങ്ങുമ്പോഴേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലത്തിരിക്കുക. നമുക്ക് ഏതാണോ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. അത് എപ്പോൾ ജപിക്കണം, എപ്പോഴാണത് ചെല്ലേണ്ടത്, അങ്ങനെ ഒരു ചോദ്യം ഓരോരുത്തരുടെയും മനസ്സിൽ വരും. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ചിലപ്പം വെളുപ്പിനെയൊന്നും എല്ലാവർക്കും ഈ ജോലി തിരക്കിനിടയിൽ ചിലപ്പം നമുക്കത് സംഭവിക്കുകയല്ല, നമുക്കത് ചെല്ലാൻ പറ്റിയെന്ന് വരികയല്ല, ചിലപ്പം പകുതിയാക്കിയിട്ടിട്ട് ഓടേണ്ടി വരും പല പല ജോലികൾക്കിടയിൽ. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ആ സമയം, ഒരു നന്നായിട്ട് ഇത് ജപിക്കാനാണെങ്കിൽ ഒരു 20 മിനിറ്റ് സമയം വേണം നമുക്ക്. അത്രയും സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏതാണോ സമയം, ആ സമയത്താണ് നമ്മളിത് ചൊല്ലാനായിട്ട് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ളൊരവസ്ഥ വേണം നമ്മൾ ഇരിക്കാൻ. അപ്പോൾ ഇത് തുടങ്ങുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കുക. അതിന് നമ്മൾ 3 പ്രാവശ്യം ഈ ഓം പറയുമ്പം തന്നെ ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ ഓം നമ്മൾ പറഞ്ഞ് ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഓം എന്ന ശബ്ദം തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഈ 3 രൂപങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക. നമ്മൾ അതിനെ മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് ആദ്യമേ നമ്മൾ ഈ ഓം മന്ത്രം ചൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എത്ര നേരം, ആദ്യമേ കുറച്ച് സമയം നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ അത് നീട്ടി നമുക്ക് കൂടുതൽ സമയം നമുക്ക് നമ്മുടെ ബ്രീത്തിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഓംകാരത്തിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. ആദ്യമേ അത് 3 പ്രാവശ്യം അങ്ങനെ ഓംകാരം. അതിനുശേഷം നമ്മൾ ചെല്ലേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ 12 നാമങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിരുത്തി ചെല്ലുക. ഓരോ നാമത്തിലും നമ്മൾ ആ രൂപം കാണും. നമ്മൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ സങ്കല്പിക്കുന്നത്, ഏത് രൂപത്തിലാണോ നമ്മുടെ ഉള്ളിൽ ഭഗവാനുള്ളത്, ആ രൂപം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ അത് ജപിക്കുക. കേശവായ നമഃ, നാരായണായ നമഃ, മാധവായ നമഃ, ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. ഇതെല്ലാം ഞാനിപ്പോൾ സ്പീഡിൽ പറഞ്ഞിരുന്ന വീഡിയോ ലെങ്ത് ആകാതിരിക്കാനാണ്. ഏതിൻ്റെ മുന്നിൽ നമ്മൾ ഓം കേശവായ നമഃ നമ്മൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം ഈ ശബ്ദങ്ങൾ വരാൻ. അപ്പം നമ്മുടെ ചിന്തകൾ പല വഴിക്ക് പാറിപ്പോകാറുണ്ട്. മനുഷ്യ സഹജമാണ്, നമ്മുടെ മനസ്സ് എപ്പോഴും ഏകാഗ്രമായി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്നും നടക്കുന്നതല്ല, പതുക്കെ നമുക്ക് ആ ശ്രദ്ധയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. ആദ്യം മനസ്സിലാക്കുക, ഈ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ്. അതിനെ നമ്മൾ ഉണർത്തിക്കൊണ്ട് വരുവാനാണ് നമ്മൾ ഈ എല്ലാ നാമജപങ്ങളും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ അമ്പലത്തിൽ പോയിരുന്ന് കുറേ നേരം പോയി തൊഴുത് വന്നിട്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇരുന്ന് നാമം ജപിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു വിഗ്രഹത്തിലും ഭഗവാൻ ഇരിപ്പുണ്ടെന്ന് ആരും വിശ്വസിക്കരുത്. അത് നമുക്കൊരു പ്രചോദനമാണ്. നമുക്കൊരു രൂപം വേണം ആരാധിക്കാൻ. അതാണ് അമ്പലത്തിൻ്റെ പ്രത്യേകത. എവിടെയെങ്കിലും ഭഗവാൻ ഇരിക്കുന്നതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭഗവാൻ ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മൾ ഉണർത്തിയെടുക്കുക. ഉണർത്തിയെടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ ആദ്യം മൈൻഡ് ശുദ്ധീകരിക്കുക. മൈൻഡ് ശുദ്ധീകരിക്കാനാണ് ഈ നാമജപം. ഒരുപാട് നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിലെ നെഗറ്റീവുകളിനെ മുഴുവൻ നമുക്ക് കളഞ്ഞിട്ട് പോസിറ്റീവിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് നാമജപം. ആദ്യം തുടങ്ങേണ്ടത് ഇതാണ്. മറ്റേ വിഷ്ണു സഹസ്രനാമം ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് കാണും വരെ ബൈ.